ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് ആണ്, DDoS. അതായത് മറ്റൊരാൾക്ക്, അതായത് ഒറിജിനലായിട്ടുള്ള യൂസർക്കുള്ള ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, തടസ്സപ്പെടുത്തുക, നിർത്തിവെപ്പിക്കുക. അതാണ് DDoSൽ പറയുന്നത്. DDoS അറ്റാക്സ് ഫോം എ സിഗ്നിഫിക്കൻറ്റ് സെക്യൂരിറ്റി ത്രെട്ട്. മറ്റൊരു വലിയ സെക്യൂരിറ്റി ത്രെട്ടാണ് എന്ത്, DDoS അറ്റാക്ക്. മേക്കിംഗ് നെറ്റ്വർക്ക്ഡ് സിസ്റ്റംസ് അൺഅവൈലബിൾ ബൈ ഫ്ലഡിങ് വിത്ത് യൂസ്ലെസ് ട്രാഫിക്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ ഈ നെറ്റ്വർക്ക് ട്രാഫിക്കിൽ ഇട്ടിട്ട് നെറ്റ്വർക്കിലുള്ള സിസ്റ്റങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് കിട്ടാതെ വരുന്നൊരവസ്ഥ, കിട്ടാതെ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. യൂസിങ് എ ലാർജ് നമ്പർ ഓഫ് സോംബീസ്. സോംബീസ് എന്ന് പറഞ്ഞാൽ അതായത് ആ ടൈപ്പ് ഓഫ് ഡാറ്റാസ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ യൂസ് ചെയ്യാണ് ആ ട്രാഫിക്കിനെ മാക്സിമം ഫ്ലഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പ്രത്യേക സ്റ്റേജ് വരെ ട്രാഫിക്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലന്ന് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, അതിന് പുറത്ത് വരാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാർജ് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു പ്രിവെൻറ്റ് ലെജിറ്റിമേറ്റ് യൂസേഴ്സ് ഓഫ് എ സർവീസ് ഫ്രം യൂസിങ് ദാറ്റ് സർവീസ്. അപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിന് കിട്ടേണ്ട സർവീസ് അവർക്ക് കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വെൻ ദ അറ്റാക്ക് കംസ് ഫ്രം എ സിംഗിൾ ഹോസ്റ്റ് ഓർ നെറ്റ്വർക്ക് നോഡ് ദെൻ ഇറ്റ് ഈസ് റെഫേർഡ് ആസ് DOS അറ്റാക്ക്. ഒരു സിംഗിൾ ഹോസ്റ്റെന്നോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് നോഡെന്നോ ആണ് ആ അറ്റാക്ക് വരുന്നത് എങ്കിൽ അതിനെ DOS അറ്റാക്ക് എന്ന് പറയും. ജസ്റ്റ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഇനി DDoS അറ്റാക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. DDoS അറ്റാക്ക് അറ്റംപ്റ്റ്സ് ടു കൺസ്യൂം ദ ടാർഗറ്റ്സ് റിസോഴ്സ് സോ ദാറ്റ് ഇറ്റ് കനോട്ട് പ്രൊവൈഡ് സർവീസ്. അപ്പോൾ ടാർഗറ്റ് ചെയ്ത സിസ്റ്റത്തിൻ്റെ റിസോഴ്സസുകൾ ഇങ്ങോട്ട് എടുത്താൽ അതിനെന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ലല്ലേ. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നതിന് തന്നെയാണ് DDoS എന്ന് പറയുക. DDoS attacks can be classified in terms of type of resources that is consumed. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന റിസോഴ്സസുകൾക്ക് അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ റിസോഴ്സ് അറ്റാക്ക് ദാറ്റ് കൺസ്യൂംസ് ഡാറ്റ ട്രാൻസ്മിഷൻ റിസോഴ്സസ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇൻറ്റേർണൽ റിസോഴ്സ് അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. അതിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ദ അറ്റാക്കർ ടേക്സ് കൺട്രോൾ ഓഫ് മൾട്ടിപ്പിൾ ഹോസ്റ്റ് ഓവർ ദ ഇൻ്റർനെറ്റ്. ആ ഇൻ്റർനെറ്റിലുള്ള മൾട്ടിപ്പിൾ ഹോസ്റ്റുകളെ കൺട്രോൾ ഇങ്ങോട്ട് എടുക്കും അറ്റാക്കർ. ഇൻസ്ട്രക്റ്റിംഗ് ദം ടു കോണ്ടാക്ട് ദ ടാർഗറ്റ് വെബ് സെർവർ. അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റങ്ങളെ ഇങ്ങോട്ട് ചേർത്തിട്ട് അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറയുകയാണ്, ടാർഗറ്റ് ചെയ്തിട്ടുള്ള വെബ് സെർവറിലേക്ക് മാക്സിമം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണം എന്നതാണ് പറയുന്നത്. ഒരുപാട് ഇങ്ങനെ ട്രാഫിക് ഫ്ലഡ് ചെയ്യിപ്പിക്കണം എന്ന് ഇൻസ്ട്രക്റ്റ് ചെയ്യും. ദ സ്ലേവ് ഹോസ്റ്റ് ബിഗിൻ സെൻഡിങ് TCP/IP SYN സിങ്ക്രണൈസ് ഓർ ഇനീഷ്യലൈസേഷൻ എന്നാണ് അതിൻ്റെ ഫുള്ള്. പാക്കറ്റ്സ് വിത്ത് ഇറേനിയസ് റിട്ടേൺ IP അഡ്രസ് ഇൻഫർമേഷൻ ടു ദ ടാർഗറ്റ്. അപ്പോൾ ഇത് കേട്ടപാടെ എന്ത് ചെയ്യും, ഈ മൾട്ടിപ്പിൾ ഹോസ്റ്റുകൾ ഉണ്ട് പറഞ്ഞില്ലേ, സ്ലേവ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, TCP/IP പാക്കറ്റുകൾ അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ തുടങ്ങും. അതിലെന്താ ഉള്ളത്, എററുള്ള IP അഡ്രസ് ഇൻഫർമേഷൻസ് ആണുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും, ടാർഗറ്റ് മെഷീനിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈച്ച് SYN പാക്കറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു ഓപ്പൺ എ TCP കണക്ഷൻ. അപ്പോൾ ഓരോ പാക്കറ്റും എന്താണ്, ഒരു TCP കണക്ഷൻ ഓപ്പൺ ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ്. ഫോർ ഈച്ച് സച്ച് പാക്കറ്റ് ദ വെബ് സെർവർ റെസ്പോൺസ് വിത്ത് എ SYN അക്നോളജ്മെൻറ്റ് പാക്കറ്റ്. അപ്പോൾ ഓരോ TCP കണക്ഷൻ റിക്വസ്റ്റ് വരുമ്പോഴും സെർവർ എന്ത് ചെയ്യും, അതിന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു SYN അക്നോളജ്മെൻറ്റ് പാക്കറ്റ് കൊടുക്കും. ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് എ TCP കണക്ഷൻ വിത്ത് TCP എൻറ്റിറ്റി. ഒരു TCP കണക്ഷൻ ഓപ്പൺ ചെയ്യാനുള്ള രീതിയിലുള്ള അക്നോളജ്മെൻറ്റ് തിരിച്ച് കൊടുക്കും. ദ വെബ് സെർവർ മെയിൻറ്റെയിൻസ് എ ഡാറ്റ സ്ട്രക്ചർ ഫോർ ഈച്ച് SYN റിക്വസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ റെസ്പോൺസ് ബാക്ക് ആൻഡ് ബിക്കംസ് ലോക്ക് ഡൗൺ ആസ് മോർ ട്രാഫിക് ഫ്ലഡ്സ് ഇൻ. അപ്പോൾ സെർവർ ഒരു ഡാറ്റ സ്ട്രക്ചർ ഈ റിക്വസ്റ്റ് റിസീവ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, മൾട്ടിപ്പിൾ ഹോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താവും, ഫ്ലഡിനാവും അല്ലേ. അപ്പോൾ അതിൻ്റെ സർവീസ് ഡിലേ ആയിട്ട് പോവും, ഡൗൺ ആയി തുടങ്ങും. ദ റിസൾട്ട് ഈസ് ദാറ്റ് ലെജിറ്റിമേറ്റ് കണക്ഷൻസ് ആർ ഡിനൈഡ്. അപ്പോൾ ഇങ്ങനെ ഈ വേണ്ടാത്ത ഈ കണക്ഷൻസ് ഇങ്ങനെ വരികയാണ് ഈ ഹോസ്റ്റിൽ സ്ലേവ് ഹോസ്റ്റിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആവശ്യമുള്ള യൂസേഴ്സിന് വരെ എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ അവരുടെ സർവീസ് വരെ ഡിനേ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും വെബ് സെർവർക്ക്. ഇതാണ് അവരുടെ ആവശ്യം. ദ വിക്ടിം മെഷീൻ ഈസ് വെയിറ്റിംഗ് ടു കംപ്ലീറ്റ്. അപ്പോൾ നോക്കുക, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടഡ് SYN ഫ്ലഡ് അറ്റാക്കാണ് ആ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്.
അറ്റാക്ക് മെഷീനാണ് ഫസ്റ്റ് ഉള്ളത്. അതെന്ത് ചെയ്യും, സ്ലേവ് സെർവേഴ്സ് കണ്ടു 1 2 3 4 എണ്ണം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വേണമെങ്കിലും ഉണ്ടാവും. അത് എന്ത് ചെയ്യും, ഇങ്ങനത്തെ SYN പാക്കറ്റ്സ് ഇൻ്റർനെറ്റിലൂടെ ടാർഗറ്റ് വെബ് സെർവറിലേക്ക് അയക്കും. SYN പാക്കറ്റ്സ് പോവും. അപ്പോൾ TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, സെർവർ SYN അക്നോളജ്മെൻറ്റ് പാക്കറ്റ്സ് തിരിച്ചും അയക്കും. പക്ഷേ ഇതിങ്ങനെ പാക്കറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനാ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ അങ്ങോട്ട് വരും, ജാമായി അങ്ങോട്ട് പോകും. അപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിന് പോലും പിന്നെ സർവീസ് കിട്ടാത്തൊരവസ്ഥ. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അറ്റാക്ക് ദാറ്റ് കൺസ്യൂംസ് ഡാറ്റ ട്രാൻസ്മിഷൻ റിസോഴ്സസ്. ദ അറ്റാക്കർ ടേക്സ് കൺട്രോൾ ഓഫ് മൾട്ടിപ്പിൾ ഹോസ്റ്റ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇതേപോലെ ഇൻ്റർനെറ്റിലുള്ള മൾട്ടിപ്പിൾ ഹോസ്റ്റിൻ്റെ കൺട്രോൾ എടുക്കും അറ്റാക്കർ. ഇൻസ്ട്രക്റ്റിംഗ് ദം ടു സെൻഡ് ICMP എക്കോ പാക്കറ്റ്സ്. ഇവിടെ സെൻഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ പാക്കറ്റുകളാണ് സെൻഡ് ചെയ്യുന്നത്. വിത്ത് ദ ടാർഗറ്റ് സ്പൂഫ്ഡ് IP അഡ്രസ് ടു എ ഗ്രൂപ്പ് ഓഫ് ഹോസ്റ്റ് ദാറ്റ് ആക്ട് ആസ് റിഫ്ലക്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ അയക്കുന്നത് 2 വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. മറ്റേതെന്ന് ഒന്ന് ICMP എക്കോ പാക്കറ്റുകളാണ് അയക്കുന്നത്. അതിൽ തന്നെ എന്തുണ്ട്, ടാർഗറ്റിൻ്റെ സ്പൂഫ്ഡ് IP അഡ്രസ്സുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോഡ്സ് അറ്റ് ദ ബൗണ്ട് സൈറ്റ് റിസീവ് മൾട്ടിപ്പിൾ സ്പൂഫ്ഡ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോണ്ട് ബൈ സെൻഡിങ് എക്കോ റിപ്ലൈ പാക്കറ്റ്സ് ടു ദ ടാർഗറ്റ് സൈറ്റ്. അപ്പോൾ പിന്നെ നടക്കുന്നത് ഈ ബൗണ്ട് സൈറ്റിലുള്ള നോഡ്സ് ഈ മൾട്ടിപ്പിൾ സ്പൂഫ്ഡ് റിക്വസ്റ്റുകൾ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. എന്നിട്ട് റെസ്പോണ്ട് ബൈ സെൻഡിങ് എക്കോ റിപ്ലൈ പാക്കറ്റ്സുകൾ തിരിച്ചയക്കും ടു ദ ടാർഗറ്റ് സൈറ്റിലേക്ക്. The target's router is flooded with packets from the bound site, leaving no data transmission on capacity for legitimate traffic. അപ്പോൾ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, സെർവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സെർവറിൻ്റെ റൂട്ടറിൽ എന്താ ഉണ്ടാവുക, ഈ വന്ന പാക്കറ്റുകളൊക്കെ ഈ ബൗണ്ട് സൈറ്റ് അയച്ചിട്ടുള്ള പാക്കറ്റുകളൊക്കെ ഫ്ലഡഡ് ആയിട്ട് കിടക്കും. ഒരുപാടായിട്ട് കിടക്കുമ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സർവീസ് പോലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് വരും. അടുത്തത് വേറെ 2 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, ഡയറക്റ്റ് DDoSും റിഫ്ലക്റ്റർ DDoSും. അപ്പോൾ 2 ക്ലാസിഫിക്കേഷനാണുള്ളത്, ഡയറക്റ്റ് DDoSും റിഫ്ലക്റ്റർ DDoSും. അപ്പോൾ ഡയറക്റ്റ് DDoS എന്ന് പറഞ്ഞാൽ ദ അറ്റാക്കർ ഈസ് ഏബിൾ ടു ഇംപ്ലാന്റ് സോബി സോഫ്റ്റ്വെയർ ഓൺ എ നമ്പർ ഓഫ് സൈറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഇൻ്റർനെറ്റ്. അപ്പോൾ അറ്റാക്കർക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒരുപാട് സൈറ്റുകളിൽ സോംബി പ്രോഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഒരുപാട് സൈറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട്. ഓഫൺ ദ DDoS അറ്റാക്ക് ഇൻവോൾവ്സ് 2 ലെവൽസാണ് ഇതിൽ നടക്കുന്നത്. ഒന്ന് സോംബി മെഷീൻ, അതിനെ മാസ്റ്റർ മെഷീൻ എന്ന് പറയും. പിന്നെ സ്ലേവ് സോംബീസും. എന്നിട്ട് എന്താ ചെയ്യുക, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് ആ വിക്ടിമിനെ അങ്ങോട്ട് ട്രാഫിക് അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ആ ഡയഗ്രാം കാണിക്കുന്ന പോലെ തന്നെ. The attacker coordinates and triggers the master zombies. അറ്റാക്കർ കോർഡിനേറ്റ് ചെയ്യുന്നതും ട്രിഗർ ചെയ്യുന്നതും ആരെയാണ്, മാസ്റ്റർ സോംബീസിനെയാണ്. വിച്ച് ഇൻ ടേൺ കോർഡിനേറ്റ് ആൻഡ് ട്രിഗർ ദ സ്ലേവ് സോംബീസ്. അപ്പോൾ ഈ മാസ്റ്റർ സോംബീസ് എന്തിനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നതും ട്രിഗർ ചെയ്യുന്നതും, സ്ലേവ് സോംബീസിനെയാണ്. അതാണ് ഡയഗ്രാം കാണിച്ചത്. വേറൊന്ന് പറയുന്നത് റിഫ്ലക്റ്റർ DDoS ആണ്. റിഫ്ലക്റ്റർ DDoS എന്ന് പറഞ്ഞാൽ ദിസ് അറ്റാക്ക് ആഡ്സ് അനദർ ലെയർ ഓഫ് മെഷീൻസ്. ഇതിൽ വേറൊരു ലെയറും കൂടെ വരും, അതാണ് റിഫ്ലക്റ്റർ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അറ്റാക്ക് ദ സ്ലേവ് സോംബീസ് കൺസ്ട്രക്ട് പാക്കറ്റ്സ് റിക്വയറിംഗ് എ റെസ്പോൺസ് that contains the target's IP address as the source IP address in the packet's IP header. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് അറ്റാക്കിൽ സ്ലേവ് സോംബീസ് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, സ്ലേവ് സോംബീസ് പാക്കറ്റുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്താ ഉള്ളത്, റിക്വയറിങ് എ റെസ്പോൺസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ടാർഗറ്റ്സ് IP അഡ്രസ്. അതിൽ ടാർഗറ്റിൻ്റെ IP അഡ്രസ്സ് ഉണ്ട്, ആസ് ദ സോഴ്സ് IP അഡ്രസ്സ് എന്നുള്ള പോലെ അത് IP ഹെഡറിലുണ്ട് ആ IP അഡ്രസ്സ്. These packets are sent to uninfected machines known as reflectors. എന്നിട്ട് സ്ലേവ് സോംബീസ് ഇതെന്ത് ചെയ്യും, ഇൻഫെക്റ്റഡ് അല്ലാത്ത മെഷീൻസിലേക്ക്, അൺഇൻഫെക്റ്റഡ് മെഷീൻസിലേക്ക് എന്ത് ചെയ്യും, അയച്ചു കൊടുക്കും. പിന്നെ അവ ആക്ട് ചെയ്യുന്നത് റിഫ്ലക്റ്റേഴ്സ് ആയിട്ടാണ്. ദ അൺഇൻഫെക്റ്റഡ് മെഷീൻസ് റെസ്പോണ്ട് വിത്ത് പാക്കറ്റ്സ് ഡയറക്റ്റഡ് അറ്റ് ദ ടാർഗറ്റ് മെഷീൻ. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, അൺഇൻഫെക്റ്റഡ് മെഷീൻസ്
റെസ്പോണ്ട് ചെയ്യും വിത്ത് പാക്കറ്റ്സ് ഡയറക്റ്റഡ് അറ്റ് ദ ടാർഗറ്റ് മെഷീനിലേക്ക്. അപ്പോൾ അവർക്കൊക്കെ ഇത് എത്തുന്നത് അതിനൊരു IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഏത് മെഷീനിലേക്കാണ് ഇത് പോകേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ റിഫ്ലക്റ്റേഴ്സ് എന്ത് ചെയ്യും, അത് കിട്ടിയ ഉടനെ അതേപോലെ ടാർഗറ്റ് മെഷീനിലേക്ക് എന്ത് ചെയ്യും, അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ എന്താവും, അവിടെ DDoS വരൂലേ, അതിനാണ് റിഫ്ലക്റ്റർ DDoS അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് DDoS in attack. Build a network of computers, discover vulnerable sites or host on the network. അതായത് സ്കാൻ ചെയ്ത് കണ്ടെത്തുക. എക്സ്പ്ലോയിറ്റ് ടു ഗെയിൻ ആക്സസ് ടു ദീസ് ഹോസ്റ്റിലേക്കുള്ള എക്സ്പ്ലോയിറ്റിംഗ് എന്തെങ്കിലും റൂട്ട് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ന്യൂ പ്രോഗ്രാംസ്, പുതിയ പ്രോഗ്രാംസിന് ഇൻസ്റ്റാൾ ചെയ്യുക. നോൺ ആസ് അറ്റാക്ക് ടൂൾസ് ഓൺ ദ കോംപ്രമൈസ്ഡ് ഹോസ്റ്റ് ദാറ്റ് ആർ റണ്ണിങ് ദീസ് അറ്റാക്ക് ടൂൾസ് ആർ നോൺ ആസ് സോംബീസ്. അപ്പോൾ ഇങ്ങനെ റൺ ചെയ്യുന്ന ഹോസ്റ്റ് ടൂൾസിനെ പറയുന്ന പേരാണ് എന്ത്, സോംബീസ് എന്ന് പറയുന്നത്. ഒരുപാട് സോംബീസ് ചേർന്നിട്ട് ഒരു ആർമി ആയിട്ട് മാറും. ബിൽഡിംഗ് ആൻ ആർമി ഈസ് ഓട്ടോമേറ്റഡ് ആൻഡ് നോട്ട് എ ഡിഫിക്കൾട്ട് പ്രോസസ് നൗഡേയ്സ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ആർമി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള ടെക്നിക്കൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തല്ല, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയുന്നത് സം ബെസ്റ്റ് DOS അറ്റാക്ക് മെത്തേഡ്സ് ആണ് അടുത്ത് പറയുന്നത്. ICMP ഫ്ലഡ്, അതായത് സെൻഡ് പാക്കറ്റ്സ് ടു ഓൾ കമ്പ്യൂട്ടർ ഹോസ്റ്റ് റാദർ ദാൻ എ സ്പെസിഫിക് മെഷീൻ. ഒരു മെഷീനിലേക്ക് അയക്കുന്നതിന് പകരം ഒരുപാട് മെഷീനിലേക്ക് അയക്കുക. അപ്പോൾ അതെന്ത് വരും, ICMP പാക്കറ്റുകൾ അയച്ചാൽ അവിടെ ഫ്ലഡ് വരും അല്ലേ. പിന്നെ ടിയർ ഡ്രോപ്പ് അറ്റാക്ക്, ഫ്രാഗ്മെൻറ്റഡ് ഓവർ സീസ്ഡ് പേലോഡ്സ് ടു ബി സെൻഡ് ടു ദ ടാർഗറ്റ് മെഷീൻ. അതായത് ഒരു പ്രത്യേക പേലോഡിനെ ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് അങ്ങോട്ട് അയക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെയും കുറേ എണ്ണം അങ്ങനെ വന്ന് കിടക്കുമ്പോൾ അതെന്താവും, ഓവർലോഡ് ആവും. പെർമനൻറ്റ് DOS അറ്റാക്ക്, ഇറ്റ് മേ കോസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹാർഡ്വെയർ ഓൾസോ. അപ്പോൾ ഇത് ഹാർഡ്വെയറിൻ്റെ റീപ്ലേസ്മെൻറ്റിന് വരെ ഇടവരുത്തുന്ന ടൈപ്പ് ഓഫ് അറ്റാക്കാണ് പെർമനൻറ്റ് DOS അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹൗ ഡു വി നോ ആൻ അറ്റാക്ക് ഈസ് ഹാപ്പനിങ്, ഒരു അറ്റാക്ക് വരുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. അൺയൂഷ്വൽ സ്ലോ നെറ്റ്വർക്ക് പെർഫോമൻസ് ആയിരിക്കും. പിന്നെ അതേപോലെ അൺഅവൈലബിലിറ്റി ഓഫ് വെബ്സൈറ്റ്, നമ്മൾ വിചാരിക്കുന്ന വെബ്സൈറ്റ് കിട്ടാതെ വരിക. ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് സ്പാം യു റിസീവ് ഇൻ യുവർ അക്കൗണ്ട്, സ്പാം കൂടുതലായിട്ട് വന്നാലൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവിടെ അറ്റാക്ക് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ DDoSൻ്റെ കൗണ്ടർ മെഷേഴ്സ് താഴെ 3 പറയുന്നുണ്ട്. അറ്റാക്ക് പ്രിവെൻഷൻ ആൻഡ് പ്രീമിഷൻ, അറ്റാക്ക് ഡിറ്റക്ഷൻ ആൻഡ് ഫിൽറ്ററിങ്, അറ്റാക്ക് സോഴ്സ് ട്രേസ് ബാക്ക് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. അറ്റാക്ക് പ്രിവെൻഷൻ ആൻഡ് പ്രീമിഷൻ എന്ന് പറഞ്ഞാൽ അറ്റാക്കിൻ്റെ മുന്നേ ചെയ്യേണ്ട കാര്യമാണ്. എൻഫോഴ്സിങ് പോളിസീസ് ഫോർ റിസോഴ്സ് കൺസപ്ഷന് വേണ്ട രീതിയിലുള്ള പോളിസീസൊക്കെ കൊടുത്തിട്ട് കൺസ്യൂമിങ് ചെയ്യുക, അതായത് അത് മറ്റൊരു സർവീസിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്രൊവൈഡിങ് ബാക്കപ്പ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ഡിമാൻഡ്, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് റിസോഴ്സസിൻ്റെ ബാക്കപ്പ് കിട്ടുന്നത് രീതിയിൽ സെറ്റ് ചെയ്യുക. മോഡിഫൈ സിസ്റ്റംസ് ആൻഡ് പ്രോട്ടോകോൾസ് ഓൺ ദി ഇൻ്റർനെറ്റ് ടു റെഡ്യൂസ് അറ്റാക്ക്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഹയർ വേർഷനിൽ യൂസ് ചെയ്യുക പ്രോട്ടോകോൾസൊക്കെ. അപ്പോൾ നമുക്ക് അറ്റാക്കിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അറ്റാക്കിൻ്റെ മുന്നുള്ള കാര്യങ്ങളാണ്, നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അറ്റാക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും അത് ഡ്യൂറിങ് അറ്റാക്കാണ്. ഡിറ്റക്റ്റ് അറ്റാക്ക് ആൻഡ് റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് അതിന് റെസ്പോൺസ് കൊടുക്കുക, അറ്റാക്കിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. റെസ്പോൺസ് ഇൻവോൾവ്സ് ഫിൽറ്ററിങ് ഔട്ട് പാക്കറ്റ്സ് ലൈക്ലി ടു ബി പാർട്ട് ഓഫ് ദ അറ്റാക്ക്, അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് വന്ന പാക്കറ്റ്സിനെ ഫിൽറ്റർ ചെയ്തിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക, അതായത് അതിന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അറ്റാക്ക് സോഴ്സ് ട്രേസ് ബാക്ക് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ അറ്റാക്ക്, അതായത് ഇത് എവിടുന്ന് വന്നു എന്നതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അറ്റംപ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് ദ അറ്റാക്ക് ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ അറ്റാക്ക്, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് എവിടുന്ന് വന്നതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. സോഴ്സ് കണ്ടെത്തുക, ട്രേസ് ബാക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, DDoS കൗണ്ടർ മെഷേഴ്സിലെ 3 സ്റ്റെപ്സുകൾ പറയുന്നത്.